ഒരു പ്രോഗ്രാം മണിയുമായി പങ്കിട്ടിട്ട് ഒത്തിരി പ്രോഗ്രാമിൻ്റെ കഥകൾ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. മണി ചെയ്ത കാസറ്റുകളുടെ ഹിറ്റുകളിലൊക്കെ അതിൻ്റെ പുറകിൽ ഹാസ്യവിരുന്നൊരുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മണിയുമായിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കൽക്കട്ടയും ബാംഗ്ലൂരും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതും കാട്ടിക്കൂട്ടിയതുമായ കാര്യങ്ങൾ, ഒരു കാസറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട സാജൻ ഭായി ചെയ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയതും അത് അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളാണത്. ആ കാസറ്റ് ഹിറ്റായിരുന്നു, കണ്ണിമാങ്ങ പ്രായത്തിൽ എന്നുള്ള പാട്ട് ആ കാസറ്റിലൂടെ ഉള്ളതാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ. അത്തരം സംഭവങ്ങൾക്കൊക്കെ വിട്ടുതരാൻ ഒരു പ്രത്യേക പരിഗണന അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരാളെ സഹായിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൊച്ചിയിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് എന്നെ മാറി നിന്ന് വിളിച്ചിട്ട് ചോദിക്കും, ഇന്നാളറിയോ, ഇന്നാളിവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം ചർച്ചയ്ക്ക് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത്, തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. കാര്യം അദ്ദേഹം പ്രസിഡന്റ് ആകുമ്പോൾ സെക്രട്ടറിയായി ഞാൻ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിരക്കുള്ള സമയത്താണ് പോയി മാറി നിന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് ആ നാട്ടിലുള്ള അഭിനേതാക്കൾ തിരിച്ചു പോകാതെ, അഭിനയം കഴിഞ്ഞ് തിരിച്ചു പോകാതെ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞ് വളരെ രസകരമായിട്ട് അവിടെ നിന്ന് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു.